പാർലറിൽ മികച്ച ശമ്പളത്തിൽ ജോലിയുമൊക്കെ സ്വപ്നം കണ്ട് ദുബായിലേക്ക് പോയ യുവതികൾ. വലിയ ചതിക്കുഴിയാണ് അവിടെ അവരെ കാത്തിരിക്കുന്നത്. ആദ്യം ലഹരിമരുന്ന് നൽകി നഗ്ന ദൃശ്യങ്ങൾ പകർത്തും. ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് ലൈംഗിക ചൂഷണമാകും. മുറികളിൽ ഒളിക്യാമറകൾ വെച്ച് പീഡന ദൃശ്യങ്ങൾ കൂടി പകർത്തുന്നതോടെ യുവതികൾ പൂർണ്ണമായും കെണിയിൽപ്പെടും. മൊബൈൽ ഫോണും പാസ്പോർട്ടും എല്ലാം പിടിച്ചുവെക്കുന്നതിനാൽ നാട്ടിലേക്ക് പോലും ബന്ധപ്പെടാനാകില്ല. ലൈംഗിക തൊഴിലാളികളെ പോലെ ജീവിക്കേണ്ടി വരുന്ന പെൺകുട്ടികളെ 57 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരികെ നാട്ടിലേക്ക് കയറ്റിവിടുക. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തേക്ക് കൊണ്ടുപോയി പെൺവാണിഭം നടത്തുന്ന രാജ്യാന്തര സംഘത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. സംഭവത്തിൽ സിനിമ സീരിയൽ മേഖലയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മുഖ്യപ്രതിയായ സിന്ധുവിന്റെ സ്ഥാപനവുമായി ചില താരങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നതായാണ് വിവരം. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ ആദ്യം. സ്വാഗതം. കോഴിക്കോട് പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. കാറിലുണ്ടായിരുന്ന പെട്രോൾ കത്തിയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അപകടത്തിൽ മരിച്ച സോന തന്നെയാണ് സംഭവ ദിവസം പമ്പിലെത്തി ക്യാനിൽ പെട്രോൾ വാങ്ങിയതെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണ സംഘം ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. ഗർഭിണിയായ സോന ചെറുവണ്ണൂർ കക്കരമുക്കിൽ കാർ കത്തി മരിച്ച കേസിൽ കാറിന് തീപിടിച്ചത് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ മൂലമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേസിൽ ഏറ്റവും നിർണായകമായത് പേരാമ്പ്ര കോഴിക്കോട് റോഡിലെ യത്തീംഖാനയ്ക്ക് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ്. സംഭവ ദിവസം വൈകിട്ട് 7:25ഓടെ സോന പമ്പിലെത്തുന്ന ദൃശ്യങ്ങളാണിത്. വെളുത്ത നിറത്തിലുള്ള ഒരു കാനിൽ പെട്രോൾ വാങ്ങിയ സോന അത് തന്റെ ബാഗിൽ വെക്കുന്നതും പണം നൽകി ഒറ്റയ്ക്ക് നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ദൃശ്യങ്ങളിലുള്ളത് സോന തന്നെയാണെന്ന് അന്വേഷണ സംഘം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. യാത്രക്കിടയിൽ കാറിനുള്ളിൽ പെട്ടെന്ന് പെട്രോളിന്റെ മണമുണ്ടായെന്നും നിമിഷങ്ങൾക്കകം വൻശബ്ദത്തോടെ തീയാളിപ്പടരുകയായിരുന്നുവെന്നുമാണ് ഭർത്താവ് രജിൻലാൽ പോലീസിന് നൽകിയ മൊഴി. ഗുരുതരമായി പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രജിൻലാലിൽ നിന്ന് വരും ദിവസങ്ങളിൽ പോലീസ് വീണ്ടും വിശദമായ മൊഴിയെടുക്കും. ഭർത്താവിന്റെ ആവശ്യപ്രകാരമാണോ സോന പെട്രോൾ വാങ്ങിയതെന്നതിലായിരുന്നു ആദ്യം സംശയം. എന്നാൽ സംഭവ ദിവസം അമ്മയുടെ സഹോദരിയുടെ മകൾ അശ്വതിക്കൊപ്പമാണ് സോന ടൗണിൽ പോയത്. ഇതിനിടയിൽ പാതി വഴിയിൽ വെച്ച് സോന ഒറ്റയ്ക്ക് മാറിയാണ് പെട്രോൾ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഭർത്താവിന് നിർദ്ദേശപ്രകാരമല്ല പെട്രോൾ വാങ്ങിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടാകുന്നത്. വാഹനം ഓടിച്ചിരുന്ന രജിൻലാൽ പെട്ടെന്ന് വാതിൽ തുറന്ന് സമീപത്തെ തോട്ടിലേക്ക് ചാടി രക്ഷപ്പെട്ടെങ്കിലും പിൻസീറ്റിലായിരുന്ന സോന കാറിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് സോനയുടെ വീട്ടുകാർ തുടക്കം മുതലേ ആരോപിക്കുന്നുണ്ട്. കാറിന്റെ എഞ്ചിൻ ഭാഗത്തിന് കാര്യമായ കേടുപാടില്ലാത്തതും ഉൾഭാഗം മാത്രം പൂർണ്ണമായി കത്തിയതുമാണ് അകത്തുനിന്ന് കത്തിയതാണെന്ന നിഗമനത്തിൽ പോലീസിനെ എത്തിച്ചത്. ഗർഭിണിയായ സോന എന്തിനാണ് ക്യാനിൽ പെട്രോൾ വാങ്ങി ബാഗിൽ സൂക്ഷിച്ചത്, അത് കാറിനുള്ളിൽ വെച്ച് എങ്ങനെയാണ് കത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം 3 വർഷം മുമ്പാണ് രജിൻലാലും സോനയും വിവാഹിതരായത്. വിവാഹത്തിന് ശേഷം രജിൻലാൽ മറ്റ് സ്ത്രീകളുമായി ബന്ധം പുലർത്തിയതായി സോന ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് ഇരുവരും നിരന്തരം വഴക്കടിച്ചിരുന്നതാണ് വിവരം. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് പെരുവയലിൽ അംഗനവാടി ജീവനക്കാരിക്ക് നേരെ CPM പഞ്ചായത്ത് അംഗം ലൈംഗികാതിക്രമം നടത്തിയതായി പരാതി. പെരുവയൽ പഞ്ചായത്ത് 3-ാം വാർഡംഗം MM പ്രസാദിനെതിരെയാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഈ മാസം 7-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. അംഗനവാടിയിൽ മറ്റു ജീവനക്കാർ ഇല്ലാതിരുന്ന സമയം നോക്കി പ്രതിയായ MM പ്രസാദ് അതിക്രമിച്ച് കയറുകയായിരുന്നു. തുടർന്ന് ലൈംഗിക ഉദ്ദേശത്തോടെ ജീവനക്കാരിയുടെ കയ്യിൽ കയറി പിടിച്ചെന്നാണ് പരാതി. സംഭവം വിവാദമായതോടെ CPM കുന്നമംഗലം ഏരിയ കമ്മിറ്റി അംഗവും പൂവാട്ടുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന പ്രസാദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി നേതൃത്വം അറിയിച്ചു. സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം
അശ്ലീല ചുവയോടെ സംസാരിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജനപ്രതിനിധി സ്ഥാനം പ്രസാദ് അടിയന്തരമായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് പെരുവയലിൽ ഉയരുന്നത്. അംഗനവാടി ജീവനക്കാരും UDYF പ്രവർത്തകരും പെരുവയൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പരാതി ഉയർന്നതിന് പിന്നാലെ പ്രസാദ് ഒളിവിൽ പോയെന്നാണ് സൂചന. ഇയാൾക്കായി കുന്നമംഗലം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. പത്തനംതിട്ടയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ മുൻ KSU നേതാവ് അറസ്റ്റിൽ. പത്തനംതിട്ട അടൂർ സ്വദേശി ജിതിൻ T വർഗീസാണ് അറസ്റ്റിലായത്. OLX, ഫേസ്ബുക്ക് എന്നിവ മുഖേനയാണ് ആളുകളിൽ നിന്നും ജിതിൻ T വർഗീസ് പണം തട്ടിയിരുന്നത്. OLX വഴി ആളുകളുടെ തിരിച്ചറിയൽ കാർഡും സിം കാർഡും ശേഖരിക്കും. തുടർന്ന് അതുപയോഗിച്ച് ഫേസ്ബുക്കിൽ യുവതിയുടെ വ്യാജ പ്രൊഫൈൽ സൃഷ്ടിച്ചായിരുന്നു പ്രതി ജിതിന്റെ തട്ടിപ്പ്. ഫേസ്ബുക്കിൽ മെയിൽ എസ്കോർട്ടിനെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകി ആളുകളുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് കാർഡ്, ഗോൾഡ് കാർഡ് തുടങ്ങിയവ തട്ടിയെടുത്താണ് പണം തട്ടിയത്. ഓൺലൈനിലൂടെ ആളുകളെ വഞ്ചിച്ച് വൻതോതിൽ പണം തട്ടിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. ജോലി വാഗ്ദാനം ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും പ്രതി വൻ തുക തട്ടിയെടുത്തു. ജോലിയുണ്ടെന്ന് പരസ്യം നൽകിയ ശേഷം സമീപിക്കുന്നവരുമായി ടെലിഗ്രാമിൽ ചാറ്റുകൾ നടത്തും. ഇങ്ങനെ പ്രലോഭനങ്ങൾ നൽകിയാണ് ആളുകളെ വലയിലാക്കിയിരുന്നത്. പരാതികൾ വ്യാപകമായതോടെ അടൂർ പോലീസ് സ്വമേധയാ കേസെടുത്താണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട. കോടതികളിൽ നിന്ന് തൊണ്ടി മുതൽ കാണാതാകുന്നതും അതിൽ കൃത്രിമം കാട്ടുന്നതുമൊക്കെ വലിയ വിവാദം ഉയർത്താറുണ്ട്. കണ്ണൂർ തലശ്ശേരി ഫസൽ വധക്കേസിലെ തൊണ്ടി മുതലായ തൂവാല കാണാനില്ലെന്നത് ഏറെ ഗൗരവതരമായ സംഭവമാണ്. കേസിലെ നിർണായക തെളിവായ തൂവാല എറണാകുളം CJM കോടതിയിൽ നിന്നാണ് കാണാതായത്. തൂവാല കാണാനില്ലെന്നും എലി കരണ്ടതാണെന്നുമാണ് കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന വേണമെന്നാണ് CBI വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിയുക്ത MLA കാരായി രാജൻ അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. ഫസലിന്റെ രക്തം പുരണ്ട തൂവാലയാണ് കാണാതായത്. കൊലപാതക ശേഷം പ്രതികൾ ഇത് RSS പ്രവർത്തകർ താമസിക്കുന്ന പ്രദേശത്ത് കൊണ്ടുപോയി ഇട്ടിരുന്നു. അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തതെന്നാണ് CBI വാദം. കഴിഞ്ഞ ദിവസം കേസിന്റെ വിസ്താരത്തിനിടെ തൂവാല ഹാജരാക്കണമെന്ന് CBI ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ പരിശോധിച്ചപ്പോഴാണ് തൂവാല കാണാനില്ലെന്ന് മനസ്സിലായത്. സീൽഡ് കവറിലായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നത്. തൂവാല കാണാനില്ലെന്നും എലി കരണ്ടതായും കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 22-നാണ് NDF പ്രവർത്തകനായ ഫസൽ കൊല്ലപ്പെട്ടത്. CPM വിട്ട് NDF-ൽ ചേർന്നതാണ് ഫസലിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ, കൊടിസുനി തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ. കാരായി രാജൻ നിലവിൽ നിയുക്ത MLA ആണ്. തൂവാല കാണാതായാലും തിരിച്ചടിയല്ലെന്നും ഫോറൻസിക് റിപ്പോർട്ടടക്കമുണ്ടെന്നുമാണ് CBI നിലപാട്. എന്നിരുന്നാലും കേസിലെ പ്രധാനപ്പെട്ട തെളിവായതിനാൽ എങ്ങനെയാണ് തൂവാല കാണാതായതെന്നതിൽ കൂടുതൽ പരിശോധന വേണമെന്നും CBI വൃത്തങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കൊച്ചി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ. ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള 5 പേർക്കാണ് പരോൾ അനുവദിച്ചത്. LDF സർക്കാർ അധികാരം ഒഴിയും മുൻപാണ് തിരക്ക് പിടിച്ച് 20 ദിവസത്തെ പരോൾ അനുവദിച്ചത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പരോളെന്നാണ് ആരോപണം. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് വീണ്ടും പരോൾ. ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് കൂട്ടപ്പരോൾ അനുവദിച്ചത്. LDF സർക്കാർ അധികാരം ഒഴിയും മുമ്പ് 20 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള പരോൾ എന്നാണ് ഇക്കാര്യത്തിൽ ജയിൽ അധികൃതരുടെ വാദം.
ഒന്നാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. ഇവർ 5 പേരും കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. പരോൾ ലഭിച്ചതോടെ ജയിലിൽ കഴിയുകയായിരുന്ന 5 പേരും നാട്ടിലെത്തി. ഇത് 3-ാം തവണയാണ് പീതാംബരനും ഗിജിനും പരോൾ ലഭിക്കുന്നത്. എല്ലാ ജയിൽ പ്രതികളെയും ഇവരിങ്ങനെ ചെയ്യുന്ന രാഷ്ട്രീയ കൊലപാതകം ചെയ്ത CPM പ്രതികളെല്ലാം ഒക്കെ ഇവർ സൗകര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ജയിലിനകത്തും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വളരെയധികം വിഷമം മാത്രമല്ല, ഇതൊരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നൊരു സാധ്യതയുണ്ട്. കാരണം എല്ലാ ആൾക്കാരും ഇപ്പോൾ ക്ഷമിക്കില്ല. മുമ്പേ നമ്മുടെ സ്റ്റേഷൻ പരിധിക്ക് അകത്ത് മാത്രമേ അകത്ത് ഇവർക്ക് വരാൻ പാടില്ല എന്ന നിർദ്ദേശപ്രകാരമാണ് കോടതി പരോൾ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത് അവരെ വീട്ടിലേക്ക് എവിടെയും പോകാമെന്നുള്ള രീതിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ വലിയ ഒരു കലാപാന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേരത്തെ കേസിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കപ്പെട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ പ്രതികൾക്ക് പരോൾ ലഭിച്ചിരുന്നു. മുൻപ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നെങ്കിൽ ഇത്തവണത്തെ പരോൾ വ്യവസ്ഥയിൽ അതില്ല. അതേസമയം പ്രതികൾ നാട്ടിലെത്തിയാൽ സംഘർഷ സാധ്യതയുണ്ടാകുമെന്ന പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് ജയിൽ ഉപദേശക സമിതി പ്രതികൾക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകിയെന്ന ആക്ഷേപവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഫെബ്രുവരി 17 പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI ഏറ്റെടുത്തു. കേസിൽ CPIM പ്രവർത്തകരും അനുഭാവികളുമായ 10 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ വീതം പിഴയും CBI പ്രത്യേക കോടതി വിധിച്ചു. CPIM പെരിയ ലോക്കൽ സെക്രട്ടറിയായിരുന്ന 1-ാം പ്രതി പീതാംബരൻ അടക്കമുള്ളവരായിരുന്നു പ്രതികൾ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10, 15 പ്രതികൾക്കുമാണ് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. CPIM മുൻ MLA KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ എന്നിവർ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 കൊല്ലം തടവ് ശിക്ഷയും വിധിച്ചു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിനെ തുടർന്ന് ഇവർ ജാമ്യത്തിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ AD തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാന്മാർക്കെതിരെ കുരുക്ക് മുറുകുന്നു. വീണ് കിടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞ് തലക്കടിച്ച ഗൺമാന്മാരായ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവർക്കെതിരെ വധശ്രമത്തിനുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയേക്കും. ഗൺമാന്മാരുടെ മർദ്ദനത്തിനിടെ ലോക്കൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കൈവിരലിനും പൊട്ടലേറ്റിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കൃത്യമായി രേഖപ്പെടുത്തിയാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അകത്ത് കിടക്കേണ്ടി വരും. ഡിസംബർ 15 ജനാധിപത്യത്തിന് നിരക്കാത്ത ക്രൂരമായ മർദ്ദനം അരങ്ങേറിയത്. മുഖ്യമന്ത്രി ഉൾപ്പെട്ട നവകേരള ബസ് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കടന്നുപോയപ്പോൾ റോഡരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും ലോക്കൽ പോലീസ് തടഞ്ഞു. പോലീസിന് വഴങ്ങിയ പ്രവർത്തകർ നടന്നു നീങ്ങുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ സഞ്ചരിച്ച വാഹനം നിർത്തുന്നു. അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിൽ ലാത്തിയുമായി എത്തിയ അവരുടെ ആദ്യ അടി വീഴുന്നത് അരൂർ SIയുടെ ശരീരത്തിലായിരുന്നു. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി ഗൺമാന്മാർ അടിച്ചു. അടിയിൽ തോമസിന്റെ തല പൊട്ടി ചോരയൊഴുകി. എന്നിട്ടും മർദ്ദനം തുടർന്നു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിനൊപ്പം നിർത്താതെ കടന്നു പോകേണ്ട അകമ്പടി വാഹനത്തിലെ ഉദ്യോഗസ്ഥരാണ് നിയമം ലംഘിച്ച് പുറത്തിറങ്ങി ആയുധങ്ങൾ ഉപയോഗിച്ച് നിരായുധരായ പ്രവർത്തകരെ മർദ്ദിച്ചത്.
അടി തടയുന്നതിനിടയിൽ സിവിൽ പോലീസ് ഓഫീസറുടെ കൈവിരലിലെ എല്ലിനും അന്ന് പൊട്ടലേറ്റു. എന്നാൽ ജനറൽ ആശുപത്രിയിൽ ഫസ്റ്റ് എയ്ഡ് നൽകിയ ശേഷം പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്താതെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു. പരാതിയുമായി സൗത്ത് പോലീസിൽ അടിയേറ്റവർ കയറിയിറങ്ങിയെങ്കിലും കേസെടുക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ കോടതി ഇടപെട്ടു. പലതവണ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടിട്ടും അനിൽ കല്ലിയൂരോ സന്ദീപോ ഹാജരായില്ല. ഇതിനിടയിൽ പലപ്പോഴും നിയമ സംവിധാനങ്ങളെ ആകെ നോക്കുകുത്തിയാക്കി അവർ മുൻ മുഖ്യമന്ത്രിക്കൊപ്പം ആലപ്പുഴയിൽ വന്നുപോയി. ഒടുക്കം സൗത്ത് പോലീസ് ഗതികെട്ട് തിരുവനന്തപുരത്തെത്തി VIP പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തി. AD തോമസിന്റെ തലയിൽ വലിയ ലാത്തി കൊണ്ട് ആവർത്തിച്ചടിച്ച് തല പൊട്ടി ചോരയൊലിച്ചിട്ടും ജാമ്യം കിട്ടുന്ന നിസ്സാര വകുപ്പുകൾ മാത്രമാണ് സൗത്ത് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയത്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേരളം മുഴുവൻ കണ്ട മർദ്ദന ദൃശ്യങ്ങൾ പോലീസിന് മാത്രം ലഭ്യമായില്ല എന്ന നുണ പറഞ്ഞ് കേസ് എഴുതി തള്ളി. സംഭവ സ്ഥലത്ത് അന്നുണ്ടായിരുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകൻ മൊഴി നൽകുകയും ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടും സൗത്ത് പോലീസ് കേസ് അട്ടിമറിച്ചു. അന്നത്തെ സംഭവം ഞാൻ കൃത്യമായ അന്വേഷണ ഉദ്യോഗസ്ഥനെ എൻ്റെ മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും അവിടെ നടന്ന സംഭവം കൃത്യമായി ഞാൻ പറയുകയും ചെയ്തതാണ്. പക്ഷേ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നത് അങ്ങനെ ദൃശ്യം ഇല്ലെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നത്. പക്ഷെ അത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏത് രീതിയിൽ അന്വേഷിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത കാര്യമായിപ്പോയി. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ കേസ് പുനരന്വേഷിക്കപ്പെടുമ്പോൾ വീണുകിടന്ന പ്രവർത്തകരുടെ തല തല്ലിപ്പൊളിച്ച പോലീസ് ഉന്നതർക്കെതിരെ വധശ്രമത്തിന്റെ കുരുക്ക് മുറുകുമെന്ന് ഉറപ്പിക്കാം. കൈവിരലൊടിഞ്ഞ പോലീസുകാരിൽ നിന്നുകൂടി അന്വേഷണ സംഘം വിവരം തേടിയാൽ പുറം ലോകം അറിയാതെ പോയ മർദ്ദനത്തിന്റെ പുതിയ കഥകൾ കൂടി പുറത്തു വരും. ഒരു കേസ് എങ്ങനെ ഒതുക്കി തീർക്കണമെന്നും എങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തണമെന്നും കേരള പോലീസിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മറഞ്ഞുകിടക്കുന്ന സത്യത്തെ മറനീക്കി പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. മലപ്പുറത്ത് RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 30 വർഷം ഒളിവിൽ കഴിഞ്ഞ പ്രതി ഒടുവിൽ പിടിയിൽ. തിരൂർ അന്നാര സ്വദേശി ഷാഹുൽ ഹമീദിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദിൽ ഒളിച്ചു താമസിക്കുന്നതിനിടെ നാട്ടിലെത്തിയപ്പോഴാണ് അറസ്റ്റുണ്ടായത്. 1994-ലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വധശ്രമക്കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം 30 വർഷമായി ഒളിവിലായിരുന്ന പ്രതിയാണ് ഒടുവിൽ തിരൂർ പോലീസിന്റെ വലയിലായത്. തിരൂർ അന്നാര സ്വദേശി പറക്കാട്ട് വീട്ടിൽ ഷാഹുൽ ഹമീദിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1994-ൽ തിരൂർ സർക്കാർ ആശുപത്രിക്ക് മുൻവശം വെച്ച RSS പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഷാഹുൽ ഹമീദ്. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി പിന്നീട് ഹൈദരാബാദിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. ഇയാൾ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ തുടർന്നാണ് തിരൂർ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. തിരൂർ DYSP AM സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരം SHO അനിൽ T മേപ്പള്ളി, SI-മാരായ വിശാഖ് K, ജയൻ, ASI റീന, CPO-മാരായ ഉണ്ണിക്കുട്ടൻ, അനീഷ്, അനിൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. News 18, തിരൂർ. വയനാട്ടിൽ വനിതാ SIയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കാപ്പ കേസ് പ്രതിയടക്കം 3 പേർ പിടിയിൽ. ഇടുക്കി സ്വദേശികളായ KA അഭിജിത്ത്, ബിൽജു സാജു, വയനാട് സ്വദേശി S അശ്വന്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മാനന്തവാടി സ്റ്റേഷനിലെ വനിതാ സബ് ഇൻസ്പെക്ടറെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ്.
ഇടുക്കി അടിമാലി സ്വദേശി KA അഭിജിത്ത്, ആനവരട്ടി സ്വദേശി ബിൽജു സാജു, വയനാട് തിരുവണ സ്വദേശി S അശ്വന്ത് എന്നിവരെയാണ് മാനന്തവാടി SI K സിൻഷയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കാപ്പ കേസിൽ നിയമ നടപടിക്ക് വിധേയനായ അഭിജിത്ത് ഗുരുവായൂർ ടെമ്പിൾ, തിരുനെല്ലി, വെള്ളത്തൂവൽ, മാനന്തവാടി പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ പ്രതിയാണ്. ഇയാൾ മാനന്തവാടിയിലെ കേസിൽ കോടതിയുടെ ജാമ്യത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. ബിൽജു സാജു അടിമാലി സ്റ്റേഷനിൽ ലഹരി കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ ഏപ്രിൽ 29 ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച് പണം കവർന്ന കേസിലെ പ്രതിയെ പിടികൂടാൻ നടത്തിയ പോലീസിന്റെ ഓപ്പറേഷനിടെയാണ് SIക്ക് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച പ്രതി കാറിൽ വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം മാനന്തവാടി KT ജംഗ്ഷന് സമീപം കൈ കാണിച്ചു കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ വാഹനം നിർത്താതെ പോയി. പിന്തുടർന്ന പോലീസ് സംഘം വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്താൻ ശ്രമിക്കവെയാണ് 3-അംഗ സംഘം വനിതാ SIയെ ഉപദ്രവിച്ചത്. കസ്റ്റഡിയിലെടുത്ത കാറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കത്തി കണ്ടെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. പാലക്കാട് വൻ ലഹരി മരുന്ന് വേട്ട. KSRTC ബസ്സിലൂടെ കടത്താൻ ശ്രമിച്ച 1/2 കിലോയിലേറെ MDMA എക്സൈസ് പിടികൂടി. ബസ്സിലെ യാത്രക്കാരനായ തൃശൂർ പുതൂർ സ്വദേശി റെനിൽ രാജനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 538 ഗ്രാം ലഹരി മരുന്ന് കണ്ടെടുത്തു. അതേസമയം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താനെത്തിച്ച കഞ്ചാവുമായി കോങ്ങാട് വീണ്ടപ്പാറ സ്വദേശി സുഹൈബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാളയാർ പാമ്പാമ്പള്ളത്തുള്ള ടോൾ പ്ലാസയിൽ നടത്തിയ പതിവ് പരിശോധനയിലാണ് ബസ് യാത്രക്കാരനായ തൃശൂർ പുത്തൂർ സ്വദേശി റെനിൽ രാജന്റെ പക്കലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് MDMA കണ്ടെടുത്തത്. 538 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന ബസ്സിലായിരുന്നു പ്രതി സഞ്ചരിച്ചിരുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിൽപ്പന നടത്താനായിരുന്നു ലഹരിമരുന്ന് എത്തിച്ചത്. പിടിച്ചെടുത്ത ലഹരിമരുന്നിന് വിപണിയിൽ 1.5 കോടി രൂപയിലേറെ വില വരും. വിപണിയിൽ കൃത്രിമക്ഷാമമുണ്ടാക്കി കൂടുതൽ വിലയ്ക്ക് ലഹരിമരുന്ന് വിൽക്കുന്നതാണ് ഇവരുടെ രീതി. പ്രതിക്ക് ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളുമായി ബന്ധമുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ചെറിയൊരു സൂചന കിട്ടിയ പ്രകാരം നമ്മൾ കുറച്ച് ശക്തമാക്കി 2-3 ദിവസം ഫുള്ള റാൻഡമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സാധനം കിട്ടിയത്. ഇതിപ്പം കോൺട്രാബാൻഡ് 1/2 കിലോ ഉണ്ട്, 1/2 കിലോയ്ക്ക് മേളിലുണ്ട്. അതായത് 0.538 ഗ്രാമുണ്ട്. 1/2 കിലോ 538 ഗ്രാമുണ്ട്. മെത്താണ്. ബ്ലാക്ക് മാർക്കറ്റിൽ ഒരു 1.5 കോടിക്ക് മേളിൽ വരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ ഈ വർഷം നടന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. കഴിഞ്ഞ വർഷം പിടിച്ചെടുത്ത 1 കിലോ MDMA ആണ് ജില്ലയിലെ ഏറ്റവും വലിയ മെത്ത് വേട്ട. സർക്കിൾ ഇൻസ്പെക്ടർ അജയ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രജിത്ത്, തൗഫീഖ്, ഹരികൃഷ്ണൻ, സുബിൻ രാജ്, അനീഷ് എന്നിവരും പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താനെത്തിച്ച കഞ്ചാവുമായാണ് കോങ്ങാട് വീണ്ടപ്പാറ സ്വദേശി സുഹൈബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോങ്ങാട് KPRP സ്കൂളിന് സമീപത്ത് നിന്നാണ് 33.96 ഗ്രാം കഞ്ചാവുമായി പ്രതി പിടിയിലായത്. 8 ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതി 2025 കാപ്പ കേസിലും ഉൾപ്പെട്ടിരുന്നു. കോങ്ങാട് SHO പ്രദീപ് കുമാർ ബിയുടെ നേതൃത്വത്തിലാണ് സുഹൈബിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 പാലക്കാട്. പണം പന്തയം വെച്ച് കോഴിപ്പോര് നടത്തിയ സംഘം പോലീസ് പിടിയിൽ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് 8 പേരെ പോലീസ് പിടികൂടിയത്. 2 പോരുകോഴികളെയും കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. തമിഴ്നാട് കോയമ്പത്തൂർ കിണ്ണത്തുകടവ് സ്വദേശികളായ T ജ്ഞാനകുമാർ, T ഉദയകുമാർ, R നന്ദകുമാർ, V നവീൻകുമാർ, പൊള്ളാച്ചി രാമൻകോവിൽ സ്ട്രീറ്റിലെ M ഷൺമുഖസുന്ദരം, പൊള്ളാച്ചി പഴനിയാണ്ടവർ കോവിൽ വീതിയിൽ താമസക്കാരനായ P പ്രദീപ് കുമാർ, എരുത്താമ്പതി മാങ്കാപ്പളത്തെ S നിതിൻകുമാർ, ഒഴലപ്പതി സ്വദേശി M രാമസ്വാമി എന്നിവരെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. ഒഴിഞ്ഞ പറമ്പിൽ പന്തയം വെച്ച് കോഴിപ്പോര് നടത്തുകയായിരുന്ന ഈ പ്രതികളെ കൈയോടെ പിടികൂടുകയായിരുന്നു.
കോഴിപ്പോര് നടക്കുന്നുണ്ടെന്ന് രഹസ്യ വിവരത്തെ തുടർന്നാണ് വടകരപ്പതി അനുപ്പൂരിൽ പോലീസ് പരിശോധന നടത്തിയത്. ഇവരിൽ നിന്ന് 2 കോഴികളെയും 12,740 രൂപയും പിടിച്ചെടുത്തു. പ്രതികൾ സ്ഥിരമായി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം വണ്ടൂരിൽ ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു. തരങ്കിണി സിൽവർ ജ്വല്ലറിയിൽ നിന്നാണ് വെള്ളിയാഭരണങ്ങൾ മോഷണം പോയത്. CCTV ക്യാമറകളിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. വണ്ടൂർ പണ്ടിക്കാട് റോഡിൽ പ്രവർത്തിക്കുന്ന തരങ്കിണി എന്ന വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്ന ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ചുമർ കുത്തി തുറന്നത്. അകത്തു കയറിയ മോഷ്ടാക്കൾ അകത്തെ റാക്കുകളിൽ ഡിസ്പ്ലേക്കായി സൂക്ഷിച്ചിരുന്ന വെള്ളിയാഭരണങ്ങൾ പൂർണ്ണമായും കവർന്നു. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് ജീവനക്കാർ മോഷണ വിവരമറിഞ്ഞത്. ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ മോഷണം പോയതായാണ് ഉടമകൾ പറയുന്നത്. എന്നാൽ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. കടയുടമകളുടെ പരാതിയിൽ വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജ്വല്ലറിയിലെയും പരിസരത്തെയും CCTV ക്യാമറകളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ ഓഗസ്റ്റ് 1 വിചാരണ തുടങ്ങും. IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ പ്രതിയായ കേസിന്റെ വിചാരണ തിരുവനന്തപുരം 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് നടക്കുക. തിരുവനന്തപുരം വർക്കലയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച MDMAയുമായി യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് വർക്കല സ്വദേശി വിഷ്ണുകുമാർ. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെ വിവാഹം ചെയ്തത് സംബന്ധിച്ച കേസിൽ ഭർത്താവ് ഫർമാൻ ഖാന്റെ അറസ്റ്റ് തടഞ്ഞത് നീട്ടി ഹൈക്കോടതി. ഈ മാസം 29-നകം FIRന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ മധ്യപ്രദേശ് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കണ്ണൂരിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കടന്നുകളഞ്ഞ CPM പ്രവർത്തകരായ പ്രതികൾ പിടിയിലായി. പെരളശ്ശേരി വടക്കുംപാട് സ്വദേശികളായ അമൽ, ജിനേഷ് എന്നിവരാണ് പിടിയിലായത്. BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികളായ ഇവർ രക്ഷപ്പെട്ട സംഭവത്തിൽ വളപട്ടണം സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചാരിറ്റിക്ക് ധനസഹായം ചോദിച്ചെത്തിയ യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം കാട്ടി. ചൊവ്വാഴ്ച രാവിലെ 11-ന് പാലക്കാട് പിരായിരി പള്ളിക്കുളത്തായിരുന്നു സംഭവം. കരിമ്പയിലുള്ള യത്തീംഖാനയിലെ PROയും മലപ്പുറം മഞ്ചേരി ചെറുകുളം സ്വദേശിയുമായ ഷക്കീറിനെ കേസിൽ അറസ്റ്റ് ചെയ്തു. വീട്ടിൽ രക്ഷിതാക്കളില്ലെന്നും പിരിവ് തരാനാകില്ലെന്നും പെൺകുട്ടി പറഞ്ഞതോടെ ഷക്കീർ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനായി പെൺകുട്ടി പോയപ്പോൾ പിന്നാലെ അകത്തേക്ക് കയറി അതിക്രമം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ നിലവിളി കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും ഷക്കീർ കടന്നു കളഞ്ഞു. കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത പാലക്കാട് നോർത്ത് പോലീസ് 2 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടി. സൈബർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.